time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for, but babe with me. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതാ വാങ്ങിച്ച കൈ ചെയിന് കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച കൈ ചെയിന്. ഞാൻ ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പം ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര മറവി നിറവേ. എന്തായാലും ഞാൻ ഇതിന്ന് കയ്യിൽ കിട്ടുന്നുണ്ട്. വെറുതെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ, കെട്ടാൻ തന്നെയാണ് വാങ്ങിച്ചത്. ഇൻഷാ അല്ലാഹ് എന്നാലും വിചാരിക്കും ഇത് കെട്ടണോ വേണ്ടയോ എന്നൊക്കെ ഒരു സംശയം വരും. അപ്പോൾ ഇതാണ് കേട്ടാ. ഇത് ഒരു പവനൊന്നുമില്ല, ഒരു പവനിൽ താഴെ മാത്രമേ ഉള്ളൂ കേട്ടാ. ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം വീഡിയോയിൽ. എൻ്റെ സിങ്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ലേ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സ്പേസ് കുറവല്ലേ, നിങ്ങളെങ്ങനെയാണ് അവിടുന്ന് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്, അതുമല്ല ജനലൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്മെല്ലൊക്കെ അടിക്കൂലേ എന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ട് കഴുകാണ്ട് ഏതെങ്കിലും സമയത്ത് വന്ന് കഴുകുമ്പോഴാണ് നമുക്ക് സ്മെല്ലൊക്കെ വരുക. നമ്മൾ എല്ലാം അപ്പം കഴുകുന്നുണ്ടെങ്കിൽ അവിടെ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. ഞാനില്ലേ പാത്രങ്ങളൊന്നും അവിടെ കൂട്ടി വെക്കാറില്ല, എല്ലാം അപ്പം തന്നെ കഴുകും. അതോടൊപ്പം തന്നെ സിങ്കും പാത്രം കഴുകുന്നതിനെ കഴുകി ഇടും. അപ്പം പിന്നെ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നുമില്ല. പാത്രങ്ങൾ എനിക്ക് പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല, കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവും. അത് ഞാൻ അവിടെ കൂട്ടി വെക്കില്ല, അപ്പം തന്നെ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാകാൻ വീട്ടിൽ ആവശ്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നടക്കുമായിരിക്കും. അന്നേരം ഞാൻ പുറത്തൊരു സിങ്ക് എക്സ്ട്രാ എടുക്കണമെന്നെല്ലാം ഉണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അത് നിങ്ങൾ ചോദിച്ചത് നല്ലൊരു തന്നെയാണ്. ഏത് കുറേ പാത്രങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവൂലേന്ന്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പുറത്തൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. സ്മെല്ലിൻ്റെ കാര്യം പിന്നെ നമ്മൾ അപ്പം വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ. അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിരിക്കല്ലേ. പിന്നെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ രാത്രി കഴിക്കാനുള്ള ഫുഡുണ്ടല്ലോ, ഞാൻ മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ മുൻപേ റെഡിയാക്കി വെക്കും. പിന്നെ മഗ്‌രിബിന് കിച്ചണിൽ ഞാൻ അടച്ചാൽ പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞാലാണ് പിന്നെ കിച്ചണിലേക്ക് വരിക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു നോക്കിക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്തിട്ട് പൊരിക്കാനിട്ടതാണ്. ഇടിയപ്പം വേവിക്കാനുള്ള വെള്ളം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. ഇതിലാകെ എത്രയാണ് ഉള്ളത്, 10-12 അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. പിന്നെ വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം ആയി. ഇന്നാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടുള്ള വെള്ളത്തിലേക്ക് അതിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് കോരി മാറ്റും. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻ്റ് ആക്കണേ.
ഇനി ഇത്രയും ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണേ. വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസൊക്കെ കൂട്ടിയെടുക്കുക. പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ പച്ചമുളക് എടുക്കുന്നില്ലേ. അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത ശേഷം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഫുള്ളും മാറ്റി വെച്ച ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ അണ്ടിയും മുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും നല്ല തന്നെയാണ്. വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. വേറെ പൊരിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ല. ആ എണ്ണയിൽ തന്നെയാണ് അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് പൊരിച്ചെടുത്ത ശേഷം അതും ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ഒരു എണ്ണ പോരാന്നുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കുക. നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് വെന്ത് ഓട്ടയൊന്നും ചെയ്യണ്ട. അതിനാണ് ചെറുതായിട്ട് കട്ടാക്കി എടുത്തത്. പെട്ടെന്ന് ഇതൊക്കെ കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനത് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ഇടിയപ്പം ഉണ്ടല്ലോ, അതിങ്ങനെ പൊടിയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഞാനിങ്ങനെ കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും പൊടിയണ്ട, അതായത് എന്താ പറയുക, അങ്ങനെ തന്നെ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും, ഇത്രയും പൊടികൾ മാത്രമേ വേണ്ടൂ. ഇനി ഈ ഒരു സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സോസ് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ സോസ് അധികം കഴിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ സോസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസ് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ പൊരിച്ച ചിക്കന് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കിയ ശേഷം നമ്മൾ കൈകൊണ്ട് ഇപ്പം പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇടിയപ്പം ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ, ഇത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിച്ചപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതാ ചൂടോടെ തന്നെ കഴിച്ച് നോക്കുക. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചിക്കന് പകരം ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുക, അതും അടിപൊളി തന്നെയാണ്. ചെമ്മീൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണേ. ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിയും മുന്തിരിയുമാണ്, നേരത്തെ പൊരിച്ചെടുത്തത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കിയാൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ലാസ്റ്റ് പ്ലേറ്റിൽ ഇങ്ങനെ ആ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ മുൻപായിട്ട് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നിസ്കാരമെല്ലാം അതായത് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് ഇത് കഴിക്കാൻ. നേരം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കും. ആ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂടോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കളെല്ലാം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയ പാടൊന്ന് കഴിച്ചു നോക്കണ്ടേ, അങ്ങനെയാണ്. പിന്നെ അങ്ങനെയാണ് ഞാനില്ലേ രാത്രി കഴിക്കേണ്ടതൊക്കെ വേഗം ഉണ്ടാക്കി വെക്കും. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വാങ്ങിപ്പെട്ട 10 അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡെല്ലാം കഴിക്കലെല്ലാം ആകുമ്പോഴത്തേക്ക് സമയം ഒരുപാടാവും. അതുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന മുൻപേ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി വെക്കും. പിന്നെ കിച്ചണിൽ, അതായത് കിച്ചൺ ഡോർ അടച്ചാൽ പിന്നെ ഇപ്പോൾ ഒന്നും തുറക്കൂല. വാങ്ങിക്കൊടുത്തതിനാൽ നമ്മൾ തുറക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങളെ. പിന്നെ വാങ്ങി കൊടുക്കുന്ന മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കും.